ഹായ് ഓൾ, വെൽക്കം ടു ഹനാമി ക്രിയേഷൻസ്. രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു കപ്പ് കോഫിയോ അല്ലെങ്കിൽ ചായയൊക്കെ കിട്ടിയാൽ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരു കപ്പ് കോഫി കുടിച്ചിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ എനിക്കൊരു ഉഷാറ് കിട്ടി എന്നുള്ളൊരു ഫീല് വരത്തുള്ളൂ. ഞങ്ങൾ ഇന്നൊരു കോഫി കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഈ ബാക്കിൽ കാണുന്നതാണ് ജപ്പാനിലെ ബിഗസ്റ്റ് കോഫി ഷോപ്പായിട്ടുള്ള സ്റ്റാർബക്സിൻ്റെ ഷോപ്പ്. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് ഒരു കോഫി കുടിക്കാം. ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നൊന്ന് കണ്ടാലോ? വായോ. ഇവിടെ ബാക്കിൽ കയറി വരുമ്പോൾ ഈ സൈഡിലായിട്ട് ഈ കാപ്പിക്കുരുവിൻ്റെ ചെടി ഇവർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉള്ളതാണ്. ഇവിടെ അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ഇവിടെ കാണുന്നത്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ കോഫി പൊടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് കേട്ടോ. നമുക്കിതിനകത്ത് കോഫി ബീൻ ഇട്ടിട്ട് ഇത് ഇങ്ങനെ ആക്കുമ്പോൾ ഇത് പൗഡറായിട്ട് ഇതിൻ്റെ താഴെ വരും. അപ്പോൾ നമുക്ക് ഫ്രഷ് ആയിട്ട് കോഫി ഗ്രൈൻഡ് ചെയ്തിട്ട് നമുക്ക് കോഫി ഉണ്ടാക്കാൻ പറ്റും. ബോൺ ചോക്ലേറ്റ് ആണ്. സോൾഡ് ഔട്ട്. മറ്റേ കൊക്കോക്കായ. We have 4 floors. Okay. You can order separately, please. ഓക്കെ. 4 ഫ്ലോർസ് ഉണ്ട്. സെപ്പറേറ്റ്ലി ഓർഡർ ചെയ്യാൻ എവിടെ നിന്ന് വേണമെങ്കിലും. ഇവിടെ ഇങ്ങനെ ഈ നോട്ടീസ് ബോർഡിൽ ഇങ്ങനെ ഫ്ലാപ്പ് ചെയ്യും. ഈ സൗണ്ട് വരുമ്പോൾ ഇവിടെ ഈ റോസ്റ്റിങ്ങും ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള സിഗ്നലാണ് അവിടെ ആ സൗണ്ട് വരുന്നത്. അപ്പം നമുക്ക് പോയിട്ട് ഇവിടെ ചെക്ക് ചെയ്യാം ഈ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ഈ കാണുന്ന ഈ ഗ്ലാസ് ജാസ് കണ്ടില്ലേ, വലിയ ഗ്ലാസ് ജാസ്, ഇതിനകത്തെല്ലാം കോഫി ബീൻസ് ഉണ്ട്. ഇതിങ്ങനെ പോയിട്ട് റോസ്റ്റായിട്ട് ഗ്രൈൻഡായി അങ്ങനെ വന്നിട്ടാണ് ഇവർ ഈ കോഫി ഇവരുടെ കോഫിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ കോപ്പറിൻ്റെ ഈ ഒരു വലിയ ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു 5 നില കെട്ടിടത്തിൻ്റെ അത്രയും ഹൈറ്റിലാണ് ഇത് പോയിരിക്കുന്നത്. ഇതിനകത്താണ് ഈ പ്രൊസീജിയേഴ്സ് ഫുള്ള് നടക്കുന്നത്. ഈ എൻ്റയർ പ്രോസസ്സ് നടക്കുന്നത് ഇതിനകത്താണ്. ഇതിനകത്ത് കാണുന്ന ഇങ്ങനെ ഒരു ഡിസൈൻ കാണുന്നില്ല, ഇങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ ഓട്ടകൾ പോലെ ഇങ്ങനെ ഒരു ഡിസൈൻ. ഈ ഡിസൈൻ ഈ കോപ്പർ പ്ലേറ്റിൽ ഇവർ ഹാമർ കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ ഡിസൈൻ ഫുള്ള് കേട്ടോ. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന സക്കുറ ലീവ്സും സക്കുറ ട്രീസും ഒക്കെ ഇവർ തൂക്കിയിട്ടിട്ടുണ്ട്. ഒരു എന്താ പറയുക, ജാപ്പനീസ് ട്രഡീഷനും ജാപ്പനീസ് കൾച്ചറും ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സക്കുറേനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഫുൾ ആർക്കിടെക്റ്റ് വന്നിരിക്കുന്നത്. ഇവിടെയൊക്കെ ചാക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് കോഫി ബീനൊക്കെ ചാക്കിൽ കൊണ്ടുവന്ന് അങ്ങോട്ട് നോക്ക് അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആ സൈഡിൽ. ചായ മാത്രമല്ല, ഇവിടെ ഇങ്ങനെ വൈഡ് വെറൈറ്റി സാധനങ്ങളുള്ള ബേക്കറിയും വെച്ചിട്ടുണ്ട്. ബേക്കറി ഐറ്റംസ് നമുക്ക് എന്ത് വേണേലും ചൂസ് ചെയ്യാം. ഈ 4 നിലയാണിത്. അപ്പോൾ എല്ലാ ഫ്ലോറിലും ഇങ്ങനെ ബേക്കറി ഡ്രിങ്ക്സ് എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ വേണേലും പോയിരുന്ന് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. ഇവിടെ ലൈവായിട്ട് ഉള്ള ലൈവ് കിച്ചൺ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇവർ കുക്ക് ചെയ്യുന്നതും ഇവരിത് അസംബിൾ ചെയ്യുന്നതും ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും. ഈ കയറി വരുമ്പോൾ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലോട്ട് ഇപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഉള്ളൊരു വോളാണ് കേട്ടോ ഇത്. ഈ വോള് ഫുള്ള് ഇങ്ങനെ കപ്പ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കണേ. ഈ കപ്പ് ഇത് സെറാമിക് കപ്പാണ്. ഇതിൽ കുറേ എണ്ണം വൈറ്റും ബാക്കി കുറച്ച് നടുക്ക് വെച്ചിരിക്കുന്ന കുറച്ച് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്സുമാണ് വെച്ചിരിക്കുന്നത്. ഈ കപ്പൊക്കെ ഇവിടെയുള്ള ജാപ്പനീസ് ലോക്കൽ ഈ സെറാമിക് കപ്പൊക്കെ മേക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് മേക്ക് ചെയ്യിച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതെല്ലാം പല ടൈപ്പ് ടീ പൗഡറാണ് കേട്ടോ. പൈനാപ്പിൾ ഫ്ലേവർ, ആപ്പിൾ സൈഡർ ഫ്ലേവർ, ഇത് ജാസ്മിൻ ഡ്രാഗൺ പേൾസ്, സിട്രസ് ലാവൻഡർ, റാസ്ബെറി ലൈമേഡ്. ഈ റാസ്ബെറി ലൈമേഡാണ് ഇപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നിരിക്കുന്നത്. നല്ല റാസ്ബെറിയുടെ ടേസ്റ്റ് ഉണ്ട്, ആ ഒരു നല്ല ഫ്ലേവർ ഉണ്ട്. ഇത് പീച്ച് ഫ്ലേവർ, ഇത് രണ്ട ബ്ലാക്ക് ടീ ഫ്ലേവർ. ശരിക്കും നാട്ടിൽ നമ്മൾ കട്ടൻ കാപ്പിയും ചായയും കുടിച്ചിരിക്കുന്നതിന് അതിന്ന് ഇത്രയും ഫ്ലേവർ ടീ ഒക്കെ ഉണ്ടെന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഒരുപാട് ഫ്ലേവർ ടീസ് അറിയാം, പക്ഷേങ്കിൽ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്നുള്ളത് ഇവിടെ വരുമ്പോഴാണ് അറിയുന്നത്. പിന്നെ ഇവിടുത്തെ സ്റ്റാർബക്സിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ ജപ്പാനിൽ മാത്രമുള്ള യുണീക്ക് ഡ്രിങ്ക്സ് ഒരുപാടുണ്ട്. അതായത് നമ്മളുടെ ഹനാമി ഫ്ലേവർ, ഹനാമിയുടെ തന്നെ പല 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 വെറൈറ്റി ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ സക്കുറ ഫ്ലേവർ ഡ്രിങ്ക്സ് ഉണ്ട്. അങ്ങനെ ജപ്പാൻ്റെ തനതായിട്ടുള്ള യുണീക്കായിട്ടുള്ള ഒരുപാട് ഡ്രിങ്ക്സ് ഈ ജപ്പാൻ സ്റ്റാർബക്സിലുണ്ട്. അത് വേറെ എങ്ങും അവൈലബിൾ അല്ല.
ഇവിടെ ഈ കാണുന്ന ബോർഡ് ഫുള്ള് ഇത് മുഴുവൻ ഇവിടെ ഉള്ള ഫ്ലേവേഴ്സാണ്. അതായത് ഏതൊക്കെ ടൈപ്പ് ടീ കോഫി ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണെന്നുള്ളതാണ് ഈ കാണുന്ന ഫുൾ വോളയിലുള്ളത്. എന്തോരം വെറൈറ്റീസ് ആണെന്ന് നോക്കിക്കേ. ഞാൻ മുന്നേ പറഞ്ഞില്ലേ സക്കുറ ഫ്ലേവർ ഇവിടെ ജപ്പാൻ്റെ യുണീക്കാണ് സക്കുറ ഫ്ലേവർ. അത് സക്കുറ ഫ്ലേവറിലുള്ള പല പല ഡ്രിങ്ക്സ് മീൻസ് ടീ ലീവ്സ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടുന്ന് കോഫി മാത്രമല്ല ഡ്രിങ്ക്സ് മാത്രം കുടിക്കണം എന്നില്ല, നമുക്ക് ഈ വേണ്ട കോഫി പൗഡർ ടീ പൗഡറൊക്കെ നമുക്ക് മേടിച്ചിട്ട് പോകാനും പറ്റും. അല്ലാതെ കുക്കി ബേക്കറി ഐറ്റംസ് ഒക്കെ ഞാൻ കാണിച്ചില്ലേ, അതൊക്കെ നമുക്ക് ഇവിടുന്ന് കഴിക്കുകയും ചെയ്യും. ഇപ്പം ഞങ്ങൾ പോയിട്ട് ഇവിടുന്ന് എന്താണ് കഴിക്കാൻ പറ്റുന്നതെന്ന് നോക്കട്ടെ. ഇവിടുന്ന് ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ഇവിടുത്തെ സക്കുറ ഫ്ലവറാണ് കേട്ടോ. ഈ സക്കുറ ഫ്ലവറൊക്കെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ളതാണ്. അവർ കോഫി ബീൻസ് ആ മെഷീനകത്തോട്ട് ഇടുക വിത്തൗട്ട് എനിത്തിങ്. അവരിടുന്ന കോഫി ബീൻസ് ഇങ്ങനെ ഈ ട്യൂബ് വഴി ഇങ്ങനെ പോകും. ഇവിടെ ഈ മേളിൽ കാണുന്ന ഈ ട്യൂബ് വഴി ഇങ്ങനെ ആ കോഫി ബീൻസ് ഇങ്ങനെ പോകും. ഇതിങ്ങനെ കയറി പോകുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? അത് കണ്ടോ ഇങ്ങനെ കയറി പോകുന്നത്. അതിങ്ങനെ ആ ട്യൂബ് വഴി ഫുള്ള് ഇങ്ങനെ പോയി അതിൻ്റെ ഓരോരോ പ്രോസസ്സിങ്ങിലോട്ട് ഇങ്ങനെ ചെന്ന് റോസ്റ്റായി പൗഡേർഡായിട്ട് വരും. ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച സ്നാക്സ് ഇതൊക്കെയാണ് കേട്ടോ. ഇതിന് ഈ എല്ലാത്തിനൂടെ 3500 yen ആയി. നാട്ടിലൊരു 2000 രൂപയുടെ അടുത്ത് വരും. ഇങ്ങനെ വയറ് നിറയാൻ മാത്രം അങ്ങനെയുള്ള സാധനങ്ങളല്ല, ജസ്റ്റ് സ്നാക്ക് പോലെ കഴിക്കാൻ മാത്രമുള്ള സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. നല്ല കോഫീൻ്റെ ഫ്ലേവറും. ഞങ്ങൾ ഇവിടുന്ന് ഹനാമി എന്ന് പറഞ്ഞിട്ടൊരു ടീയുടെ ഇതും സക്കുറ എന്ന് പറഞ്ഞിട്ടൊരു ടീയുടെ ഇതും കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് അതവിടെ ഇല്ല. അതുകൊണ്ട് കോഫി ഒന്നും മേടിച്ചില്ല. അല്ലാത്ത കോഫിയൊക്കെ അത്യാവശ്യം കയ്പ്പാണ്. ജാപ്പനീസുകാർ അധികം മധുരം കഴിക്കുന്ന ആൾക്കാരല്ല, കോഫിക്കൊന്നും അവർ മധുരം ഇടില്ല. പിന്നെ ആ കോഫീൻ്റെ ഫ്ലേവർ നന്നായിട്ട് എടുത്ത് നിൽക്കുന്ന പോലെ അവർ കോഫി കുടിക്കുന്നത്. സോ കുറച്ച് കയ്പ്പായിരിക്കും മുന്നിൽ നിൽക്കുന്നത്. ഇപ്പം നമുക്കിവിടെ കോഫീൻ്റെ ആ ടേബിളിൻ്റെ അടുത്ത് തന്നെ ഷുഗറും മിൽക്കും ഒക്കെ എക്സ്ട്രാ ആഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ടാകും. പക്ഷേ അതൊക്കെ ആഡ് ചെയ്താലും ആ ഒരു ബിറ്റർ ടേസ്റ്റ് കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കോഫി അത്ര ഇഷ്ടമല്ല. വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് ജപ്പാൻ്റെ ബിഗ്ഗസ്റ്റ് സ്റ്റാർബക്സ് ആണ്. ഇത് 32,000 സ്ക്വയർ ഫീറ്റ് ആണ് ഈ സ്റ്റാർബക്സ്. പക്ഷേ വേൾഡിലെ ബിഗ്ഗസ്റ്റ് സ്റ്റാർബക്സ് എന്ന് പറയുന്നത് ചിക്കാഗോയിലാണ്, US. അത് 35,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഈ സ്റ്റാർബക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ജപ്പാൻ്റെ മാത്രം യുണീക്ക് ഐറ്റംസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് മാത്രമല്ല ഈ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, ഈ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ 2020 ഒളിമ്പിക്സിലെ സ്റ്റേഡിയം കൺസ്ട്രക്ട് ചെയ്ത സെയിം ആർക്കിടെക്റ്റാണ് ഈ ബിൽഡിങ്ങും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. കാരണം ആളുടെ ഒരു 2019 ആളുടെ പ്രോജക്റ്റ് ആയിരുന്നു ഇത്. അതിനുശേഷമാണ് ആൾ ഒളിമ്പിക്സിൻ്റെ ആ സ്റ്റേഡിയം ഒക്കെ കൺസ്ട്രക്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആർക്കിടെക്റ്റ് തന്നെ ഭയങ്കര വ്യത്യസ്തമായിട്ടിരിക്കുന്നതുകൊണ്ട് എല്ലായിടത്തും കാണുന്ന പോലെ അല്ലല്ലോ, കുറച്ച് യുണീക്കാണ് ഇത്. വെളിയിൽ നിന്ന് നോക്കുമ്പം ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ മീൻസ് ആ ഒരു ഇൻഫ്രാസ്ട്രക്ചറൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് കുറച്ച് ആ ഒരു കാര്യത്തിലും ഇത് യുണീക്കാണ്. പിന്നെ നമ്മളിവിടുന്ന് സക്കുറ ടൈമിലൊക്കെ മെയ്യിലൊക്കെ ഇവിടെ വന്ന് ഈ ടെറസ് ഏരിയയിലിരുന്ന് നമ്മൾ ഫുഡ് കഴിക്കുമ്പം നമുക്ക് നേരെ കാണുന്നത് മെഗുരോ റിവറാണ്. ആ റിവറിൻ്റെ 2 സൈഡിലും സക്കുറ ട്രീസ് ഇവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ സക്കുറയുടെ ടൈമിൽ നമുക്കിവിടെ വന്നിങ്ങനെ ഇരിക്കുമ്പം 2 സൈഡിലും ഫുള്ള് സക്കുറ പൂത്തിങ്ങനെ നിൽക്കുന്ന ആ വ്യൂ ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഇരുന്ന് കോഫിയൊക്കെ കുടിക്കാൻ പറ്റും. അതും ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ആർക്കിടെക്റ്റിൻ്റെ കാര്യം പറഞ്ഞല്ലേ, ആളുടെ പേര് കെങ്കോക്കുമ എന്നാണ് കേട്ടോ. ആൾ ഒരുപാട് സ്ഥലങ്ങളിൽ ആൾക്ക് ഈ ജപ്പാനിലും പാരീസിലും ആൾക്ക് ഓഫീസ് ഉണ്ടായുള്ളൂ. ആൾ ഒരുപാട് സ്ഥലങ്ങളിൽ
ഒരുപാട് അങ്ങനത്തെ വ്യത്യസ്തമായിട്ടുള്ള ബിൽഡിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇത് നമുക്ക് വെളിയിൽ നിന്ന് ഈ ബിൽഡിംഗ് നോക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ കാഴ്ചയിൽ തന്നെ ആദ്യത്തെ അട്രാക്ഷൻ എന്ന് പറയുന്നതാണല്ലോ മെയിൻ വേണ്ടത്. അത് തന്നെയാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും പ്രത്യേകത. ആ മുമ്പേ ട്യൂബ് വഴി ഇങ്ങനെ കയറി വരുന്നത് ഓരോ ഫ്ലോറിലും ഉള്ള ഈ മില്ല് പോലത്തെ ഇതിനകത്തോട്ട് വന്ന് വീഴും. എന്നിട്ട് ഇതിനകത്ത് കിടന്നത് റോസ്റ്റ് ആവും. ഇത്ര രാജ്യങ്ങളിലൊക്കെയാണ് സ്റ്റാർബക്സ് ഉള്ളത് കേട്ടോ. ഈ വോളിൽ ഒട്ടിച്ചിരിക്കുന്ന ഫുൾ രാജ്യങ്ങളിൽ സ്റ്റാർബക്സ് ഉണ്ട്. അതിൽ ടോക്കിയോയുടെ സ്റ്റാർബക്സിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഇത്രയും സ്ഥലങ്ങളിൽ അത് ജപ്പാനിൽ തന്നെ കുറേ സ്റ്റാർബക്സ് ഉണ്ട്. അതെല്ലാം ഇവിടെ ഈ വോളിൽ കൊടുത്തിട്ടുണ്ട് എത്ര സ്ഥലങ്ങളിലുണ്ടെന്ന്. ഇപ്പോൾ വിൻ്റർ വെക്കേഷൻ ആയതുകൊണ്ട് ആൾക്കാരെല്ലാവരും പല പല സ്ഥലങ്ങളിൽ പോകുന്ന കൂട്ടത്തിൽ ഇവിടെ ടോക്കിയോയിലെ ഈ സ്റ്റാർബക്സും വന്ന് ഇരിക്കുകയാണ്. അങ്ങനെ ഒരു ഹാഫ് ഡേ ഞങ്ങൾ സ്റ്റാർബക്സിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം സ്റ്റാർബക്സിൽ നിന്ന് പതുക്കെ പോവാണ്. പോകുന്നതിന് മുന്നേ നിങ്ങൾ സ്റ്റാർബക്സിന്റെ എംബ്ലം ശ്രദ്ധിച്ചിട്ടുണ്ടോ? സ്റ്റാർബക്സിന്റെ എംബ്ലത്തിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. അത് നിങ്ങൾക്കറിയാമോ? സ്റ്റാർബക്സിന്റെ എംബ്ലത്തിൽ കാണുന്നത് 2 വാലുള്ള സൈറൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ദേവതയാണ്. ഇതൊരു മത്സ്യകന്യകയാണ്. പണ്ട് കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന സഞ്ചാരികള് കടലിൽ ഈ സൈറനെ കാണുമ്പോൾ വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമായിരുന്നത്രേ. അത്രയ്ക്കും സൗന്ദര്യവും പ്രഭയും ഉള്ളതായിരുന്നു ഈ സൈറൻ എന്നാണ് പറയുന്നത്. അതുപോലെയാണ് സ്റ്റാർബക്സിലെ കോഫി എന്നാണ് സ്റ്റാർബക്സുകാർ അഭിപ്രായപ്പെടുന്നത്. ഒരു വട്ടം നമ്മൾ സ്റ്റാർബക്സിലെ കോഫി കുടിച്ചാൽ വീണ്ടും വീണ്ടും ആ കോഫിയോട് അഡിക്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേരും എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഈ സൈറനെ ഇവിടുത്തെ സ്റ്റാർബക്സിന്റെ എംബ്ലമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ ഒരു സ്റ്റോറി ഇതിന്റെ പിന്നിലുള്ളത് എനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഇവിടെ നമ്മൾ സ്നാക്ക് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോള് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി അറിയുന്നത്. എന്തായാലും സ്റ്റാർബക്സിൻ്റെ കോഫി കുടിക്കാൻ ഇനി ഇവിടെ വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എന്തായാലും ഇനി കാണുമല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.